ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുക്കുവാണ് നമ്മളെല്ലാവരും. അപ്പം ഞാൻ, വിഷ്ണുചേട്ടൻ്റെ കുഞ്ഞ്, സച്ചു, അമ്പാടി, അപ്പോൾ അനിയന്മാർ രണ്ടുപേരും, ഞങ്ങൾ ഇത്രയും പേരും കൂടിയാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, മാവേലിക്കരയിലുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ്, ചെറിയല്ല കുറച്ച് വലിയ കംപ്ലൈൻറ്റ്. അപ്പോൾ അതിൻ്റെ എൻജിൻ പണിയൊക്കെ ആയിട്ട് കുറച്ച് കംപ്ലൈൻ്റായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്കൊരു എൻഫീൽഡ് എടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിലാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പഴയ വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആശാൻ പോയതിൽ നമുക്ക് നല്ല വിഷമമുണ്ട്. കാരണം നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മളെവിടെ പോയാലും കൂടെ കൊണ്ടുവന്ന ആളല്ലേ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കൂട്ട് പോലെ തന്നെ നമ്മുടെ എപ്പോഴും കൂടെ ഉള്ള ഒരു സാധനം ആയതുകൊണ്ട് അത് പെട്ടെന്നില്ലാതെ വന്നപ്പോൾ ഒരു വിഷമം. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയത് എടുത്തേ പറ്റൂ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വപ്നമായിട്ടുള്ള ബുള്ളറ്റ് എടുക്കാൻ വേണ്ടിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഷോറൂമിൽ വന്നപ്പോൾ കുറച്ച് നേരത്തെയാണ് വന്നത്. അപ്പം നമ്മൾ സമയമൊക്കെ നോക്കിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10:30-ക്കും 12:30-ക്കും ഉള്ളിലാണ് വണ്ടി എടുക്കേണ്ടത്. നമ്മളൊരു 9 മണിക്ക് മുന്നേ വന്നിട്ടുണ്ടായതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് വന്നത്. അപ്പോൾ നമ്മൾ വന്ന ഉടനെ ഉള്ളിലോട്ട് പോയില്ല, അവിടെ നിന്നിട്ട് തൊട്ടടുത്തൊരു ചെറിയ കടയുണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്നു. പിന്നെ കുറച്ച് രാവിലെ വന്നുകൊണ്ട് ദേവന് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഷോറൂമിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഉള്ളിൽ വന്നപ്പോൾ പുതിയതായിട്ട് അടുത്ത് ലോഞ്ച് ചെയ്യാനൊക്കെ ഇരിക്കുന്ന പുതിയ മോഡലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അഡീഷണൽ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പേ ചെയ്യാൻ വേണ്ടി വന്ന അതിൻ്റെ ഫീ ഒക്കെ. അപ്പോൾ അഡീഷണൽ എന്ന് പറയുമ്പോൾ ആ ക്യാഷ് കാർഡും പിന്നെ ചെടിയൊന്നും അടിച്ച് വരാതിരിക്കാൻ സൈഡിൽ വെച്ചതും, പിന്നെ സീറ്റിൻ്റെ പുറകിൽ കുഞ്ഞിനെ കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സീറ്റ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അതൊക്കെ അഡീഷണലായിട്ട് വെച്ചതിനൊക്കെ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ സൈൻ ചെയ്യുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ സൈൻ ചെയ്തതിന് ശേഷം അവർ നമ്മുടെ വണ്ടിയുടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ അത് കൈകാര്യം ചെയ്യേണ്ടതെന്നും പിന്നെ അതിൻ്റെ സർവീസും കാര്യങ്ങളുമൊക്കെ ഡീറ്റെയിലായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ദേവൻ അവന്മാരുണ്ടായതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ ആ ഷോറൂമിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. അത് അടിപൊളിയായിട്ടുണ്ട്, നല്ല ലുക്ക് വണ്ടിയായിട്ടുണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മണ്ടയ്ക്ക് ഇന്ന് താഴോട്ട് നോക്കിയപ്പോഴത്തേക്കിനും നമ്മുടെ ചെക്കനെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയമായപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം സമയമായപ്പോൾ താഴോട്ട് ഇറങ്ങിച്ചെന്നു. ദേവൻ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, നമ്മൾ ഇത്രയും നേരമായിട്ടും വലിയ ബഹളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആളവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. സാധാരണ അങ്ങനെയല്ല, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കുറേ നേരം ആയപ്പോഴത്തേക്കിനും ആളുടെ മൂഡൊക്കെ മാറി ആൾ ഭയങ്കര ബഹളം വെക്കാൻ തുടങ്ങും. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതെ കൂളായിട്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ 10:30 ആയപ്പോഴത്തേക്കിനും നമ്മുടെ ചെക്കനെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. കാരണം നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹം സഫലമാകുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറയുമ്പോൾ അത് നമുക്ക് നടക്കുമോ ഇല്ലയോ എന്നൊന്നും ആഗ്രഹമുണ്ട്, ഇതൊക്കെ നടക്കുമോ എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം നമ്മൾ ഇന്ന് സാധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് കണ്ടതിൽ വെച്ച് 2 കളേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇത് വേണോ അത് വേണോ എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. ആദ്യം വേറെ ഒരെണ്ണമാണ് ബുക്ക് ചെയ്തത്. പിന്നെ കുറച്ച് ഒന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും വീണ്ടും മൈൻഡ് മാറിയിട്ട് ഇത് മതി എന്നും പറഞ്ഞ് വീട്ടിൽ ഇത് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് കൺഫേം ചെയ്ത് അത് മതിയോ ഇത് മതിയോ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമായി. പിന്നെ ഞങ്ങൾ ലാസ്റ്റിൽ ഇത് തന്നെ, ഈ കളർ തന്നെ സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ മോഡൽ വന്നിട്ട് ക്ലാസിക് 350 ആണ്. അപ്പോൾ നേരത്തെ ഉള്ള ഈ ഒരു മോഡലിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വേറെ പഴയ മോഡലിനെ അപേക്ഷിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സാധാരണ ബുള്ളറ്റിനൊക്കെ ഒരു വൈബ്രേഷൻ കാണും. അപ്പോൾ ആ വൈബ്രേഷനൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ടുള്ള ജേർണി ആയിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട്, നല്ല കംഫർട്ടാണ്. നമുക്ക് 3 പേർക്കും കൂടി ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ആ ഒരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നി. ഓൾറെഡി നമുക്ക് വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് 2 ലിറ്ററോളം പെട്രോൾ അവർ അടിച്ചിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിലവർ ടെസ്റ്റ് ഡ്രൈവും ഒക്കെ നോക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞു. എന്നാലും അതിനകത്തിൽ എപ്പോഴും മിനിമം 2 ലിറ്റർ പെട്രോളെങ്കിലും കാണണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് വിട്ടത് പെട്രോൾ പമ്പിലോട്ടാണ്. അപ്പം നമുക്ക് മാവേലിക്കരയിൽ നമ്മുടെ വീട്ടിലോട്ട്, അതായത് മൂന്നാംകുറ്റിലോട്ട് വരെ എത്തണമല്ലോ. അപ്പോൾ നേരെ നമ്മൾ പോയത് പെട്രോൾ പമ്പിലാണ്. അവിടെ നിന്ന് നമ്മൾ പിന്നെ വിട്ടത് നേരെ മൂന്നാംകുറ്റിയിലോട്ടിങ്ങ് പോന്നു. വെയിലിൻ്റെ കാര്യം പിന്നെ പറയാൻ വയ്യ, അതുപോലെ വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഹെൽമെറ്റ് ഒന്നും കാണുന്നില്ല, പക്ഷേ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ഹെൽമെറ്റ് വെക്കാണ്ടിരുന്നതാണ്. നമ്മൾ അങ്ങോട്ട് മാറി നിന്ന് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് പിന്നെ യാത്ര തുടങ്ങിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.